നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ അവാർഡ് 2024 സംഘടിപ്പിച്ചു. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണേഷ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ച ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ റാലി കരിങ്കുന്നം സബ് ഇൻസ്പെക്ടർ ജോബി KJ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. ഉച്ചയ്ക്ക് 12:15 MC റോഡിൽ രാംപുരം കുറിഞ്ഞി ഭാഗത്ത് കല്ലട വളവിലായിരുന്നു അപകടം നടന്നത്. ബംഗളൂരു, തിരുവല്ല, ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന അന്തർ സംസ്ഥാന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ബസ്സിനുള്ളിൽ 21 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. വളവ് തിരിയുന്നതിനിടെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമായി റോഡരികിലെ കൽക്കെട്ടിന് സമീപത്തായി മറിയുകയായിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നതിനാൽ ഇതുവഴിയെത്തിയ യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് രാമപുരം പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് കരിങ്കുന്നം പോലീസും തൊടുപുഴയിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളും എത്തി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി. ഒരു 12 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത്. ബാംഗ്ലൂർ ആലപ്പുഴ സൂരജ് എന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 20-നോളം അടുത്ത് അതിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു. രണ്ട് പേർക്കും ഒരു ചെറിയ സീരിയസ് ആയിട്ടും ബാക്കിയുള്ളവർക്ക് ഒരു ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതാണ് സംഭവം നടന്നത്. പഞ്ചായത്ത് PWD റോഡായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യത്തെ ഞാൻ കയറിയതിന് ശേഷം ഒരു അപകടം നടന്നപ്പോൾ നമ്മളത് പഞ്ചായത്തിൽ നിന്ന് PWD ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സേഫ്റ്റി മാർഗങ്ങളൊക്കെ അതിൻ്റെ തന്നെ അവരതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് മിക്കവാറും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയ കാറൊക്കെയാണ്. താഴെ ഒരു വളവിൻ്റെ അവിടെ ഒരു വീടുണ്ട്. അവരുടെ ആ വീട്ടിലോട്ടാണ് 2-3 പ്രാവശ്യം അല്ല അത് കൂടുതലും അങ്ങനെ വീണിട്ടുണ്ട്. പെട്ടെന്ന് നല്ലൊരു വളവായതുകൊണ്ട് ചവിട്ടിയാൻ നിൽക്കാത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കും. വേഗത കൂടുതലും ഉണ്ടാവും. ബസിന്റെ 6 ചക്രങ്ങളിൽ 2 എണ്ണത്തിന് തേയ്മാനം സംഭവിച്ചിരുന്നു. കനത്ത മഴയും വളവിനുമൊപ്പം ഇതും അപകട കാരണമായിട്ടുണ്ടാവാമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മാണി സി കാപ്പൻ MLA സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിർദ്ദേശം കൊടുത്ത് ഇത് താഴേക്ക് പോയതല്ല സ്ഥിതി നടച്ചു. ഇതിനു മുമ്പ് ഒരു വണ്ടി ഇവിടെ താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് കുത്തി കിട്ടിയത്. അപ്പോൾ അത് പോരാ, കാശ്മീരിൽ തന്നെ കൊടുത്ത് ശക്തമാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദൃക്സാക്ഷി പറഞ്ഞത് ഈ വണ്ടി പതുക്കിയാവുന്നതെന്നാണ് പറഞ്ഞത്. പതുക്കിയാവുന്നെങ്കിൽ ഡ്രൈവർ ഇറങ്ങിപ്പോയതോ എന്തെങ്കിലും ആകാം. അങ്ങനെയല്ലേ? 50 അടിയിലേറെ താഴ്ചയുള്ള കൂച്ചൻ കൽക്കെട്ടിന് സമീപത്തായാണ് ബസ് മറിഞ്ഞത്. നേരിയ വ്യത്യാസത്തിൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പെൺകരങ്ങൾക്ക് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്യുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയുണ്ട് ഇങ്ങ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ ചോറ്റുപാറയിൽ. അതെ, ഇതാണ് വാഹനങ്ങളുടെ യന്ത്ര തകരാറുകളടക്കമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്ന വിജയറാണി എന്ന വീട്ടമ്മ. മെക്കാനിക്കായിരുന്ന തന്റെ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം മകൻ നിഷാന്തിനൊപ്പം ഒരു സമ്പൂർണ്ണ വർക്ക്ഷോപ്പുകാരിയായി മാറിയ വിജയറാണിയുടെ ജീവിത വിജയഗാഥയിലേക്കാണ് BBC ന്യൂസ് റിപ്പോർട്ടർ VR വിജയനിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കാണാം സ്പെഷ്യൽ റിപ്പോർട്ട്. പെൺകരുത്തിൽ വാഹനങ്ങൾക്ക് പുതുമോടി ചാർത്തുന്ന ഒരു ഇടമുണ്ട് ഇടുക്കി ജില്ലയിലെ കൊട്ടാരക്കര-ദിണ്ടുക്കൽ ദേശീയപാത കടന്നുപോകുന്ന വണ്ടിപ്പെരിയാർ ചോറ്റുപാറയിൽ. അതെ, ഇതാണ് വളയിട്ട കരങ്ങളാൽ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുകയും പാച്ച് വർക്കുകളും പെയിന്റിങ്ങും തീർത്ത് വാഹനങ്ങൾക്ക് പുതുമോടി ചാർത്തുന്ന വിജയറാണി എന്ന വീട്ടമ്മ.
വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് ചെങ്കോട്ടയിൽ നിന്നും ഗവി പച്ചക്കാനത്ത് ജോലിക്കായി വന്ന കുടുംബത്തിൽ പിറന്ന വിജയറാണി തമിഴ്നാട് പുതുക്കോട്ട സ്വദേശിയും വർക്ക്ഷോപ്പ് ജോലിക്കാരനുമായിരുന്ന ദുരൈ എന്നറിയപ്പെടുന്ന ഗുപേന്ദ്രനെ വിവാഹം കഴിച്ച ശേഷം ഇദ്ദേഹം ചോറ്റുപാറയിൽ ആരംഭിച്ച വർക്ക്ഷോപ്പിന് സമീപമുള്ള വീട്ടിൽ കഴിയവേ ഭർത്താവിനെ ജോലികൾ സഹായിച്ചാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന രംഗത്തേക്ക് കടന്നുവരുന്നത്. ഭർത്താവുള്ള സമയത്ത് ഇവിടെ പണിയാൻ കൂടുമായിരുന്നു. അങ്ങനെ കൂടി കുറച്ച് പണിയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ 5-6 കൊല്ലമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൂടെ നിന്ന് പണിയുന്നുണ്ട്. ഒറ്റയ്ക്കാണെങ്കിലും എന്നെ എൻ്റെ മകനെയും കൂടെ പണി ചെയ്യാൻ പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പണി. പിന്നെ കൊറോണ സമയത്ത് ഞങ്ങൾ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് അങ്ങനെ പഠിച്ച് അങ്ങനെ പണി ചെയ്യുന്നു. അതുകൊണ്ടാണ് പുള്ളി ഇല്ലാത്തപ്പോഴും പണി ചെയ്ത് വേണം ജീവിക്കാൻ എപ്പോഴും പറയും. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ള പണി ചെയ്യുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവർക്കുണ്ടായ മകൻ നിശാന്ത് ചെറുപ്പം മുതൽ കളിച്ചു വളർന്നത് ഈ വർക്ക്ഷോപ്പിൽ ആയിരുന്നതിനാൽ മാതാപിതാക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു വന്നിരുന്നു. ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങാണ് മെയിൻ. അച്ഛൻ പിന്നെ പിന്നെ പാച്ച് വർക്ക് വരുമായിരുന്നു. അച്ഛൻ പാച്ച് വർക്കാണ് മെയിനായിട്ട്. നമ്മൾ പെയിൻറ്റിങ്ങാണ് നോക്കുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്ന പെയിൻറ്റിങ്ങൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഡിജിറ്റൽ പെയിൻറ്റിങ് അതുപോലത്തെ വരുന്ന പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ നോക്കുന്നത്. ഗ്രാഫിക്സ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിങ്ങനെ പോവുക. പക്ഷേ വിധിയുടെ ക്രൂരവിളയാട്ടത്താൽ കഴിഞ്ഞ 1 വർഷം മുൻപ് ഗുപേന്ദ്രൻ ഈ കുടുംബത്തെ വിട്ടുപിരിഞ്ഞതോടെയാണ് വിജയറാണി തന്റെ മകനൊപ്പം വർക്ക്ഷോപ്പിലെ ജോലികൾ ഏറ്റെടുത്ത് ഈ രംഗത്തെ പെൺകരുത്തായി മാറിയത്. വിവിധ വാഹനങ്ങളുടെ പാച്ച് വർക്ക്, ബോഡി നിർമ്മാണം, പെയിന്റിംഗ് തുടങ്ങിയ ജോലികൾ ഭംഗിയിലും ഉത്തരവാദിത്തത്തോടും കൂടി ചെയ്തു നൽകിയിരുന്ന ദുരൈ വർക്ക്ഷോപ്പിലെ വിശ്വാസ്യത കണക്കിലെടുത്ത് ആളുകൾ ഇവിടേക്ക് തങ്ങളുടെ വാഹനങ്ങളുമായി എത്തിത്തുടങ്ങി. ഗുപേന്ദ്രന്റെ ജോലികളിൽ തൃപ്തനായിരുന്ന കുമളി സ്വദേശി മോഹൻരാജ് കഴിഞ്ഞ 20 വർഷമായി ഇവിടെയാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നതെന്നും അതേ വിശ്വാസ്യത വിജയറാണിയും മകനും പുലർത്തുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു. നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ 20 വർഷമായിട്ട് ഈ വണ്ടി പണിയുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെയാണ് പണിയുന്നത്. വണ്ടി പണിയിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ആത്മാർത്ഥയോട് പണിത് തരും, നല്ല ഫിനിഷിങ് വർക്ക്. അതുകൊണ്ട് നമ്മൾ തുടരെ വേറെ എവിടെയും പോകാതെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹന ജോലികളിൽ ഗുപേന്ദ്രൻ ആശാന്റെ അതേ മികവിൽ തന്നെയാണ് വിജയറാണിയും മകനും വാഹനങ്ങളുടെ കേടുപാടുകൾ ഉൾപ്പെടെയുള്ളവ തീർത്തു തരുന്നതെന്ന് കുമളി സ്വദേശിയായ വിനു പറയുന്നു. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ജീപ്പായിരുന്നു. അത് ഇവിടെ തന്നെ പെയിൻറ്റ് അടിച്ചിട്ട് അത് അണ്ണനായിരുന്നു അടിച്ചത്. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് നല്ല ഗ്രാൻഡായിട്ടാണ് ഒരു പെയിൻറ്റ് അടിച്ച് 4 വർഷം വരെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ അതേ ഒരു തന്നെ വേറെ വണ്ടി വന്നപ്പോൾ അച്ഛൻ എന്തെങ്കിലും മകനെ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ട് കയറിയാണ്. നമുക്ക് ഇതുവരെ തെറ്റിയാണ് ചെയ്തവരെല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഗുപേന്ദ്രന്റെ മരണശേഷം 2 ടൂറിസ്റ്റ് ബസ്സുകൾ, 5 ജീപ്പുകൾ, 4 കാറുകൾ, ഒരു ഫോറസ്റ്റ് വാഹനം, നിരവധി 2 വീലറുകൾ എന്നിവയുടെ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ ഇവർ ഇതിനോടകം ചെയ്ത് നൽകിയിട്ടുമുണ്ട്. 2 വർഷം മുൻപ് +2 പഠനം പൂർത്തിയാക്കിയ നിശാന്ത് തുടർ പഠനത്തിന് പോയാൽ അമ്മ തനിച്ചാവുമെന്ന് കരുതിയാണ് അമ്മയെ സഹായിച്ച് കൂടെ നിൽക്കുന്നത്. റീടെസ്റ്റിനായുള്ള വാഹനങ്ങളും ഓഫ് റോഡ് സവാരി വാഹനങ്ങളുമാണ് ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായി കൂടുതലായി എത്തുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ത്രീകൾ ആരും കടന്നു ചെല്ലാത്ത വർക്ക്ഷോപ്പ് ജോലിയിൽ പെൺകരുത്തായി മാറിയ വിജയറാണിയുടെ മുൻപോട്ടുള്ള ജീവിത വിജയങ്ങൾക്ക് പ്രേക്ഷകർക്കൊപ്പം ഇടുക്കി ലൈവിന്റെയും ആശംസകൾ. VR വിജയൻ, BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കാളിയാർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന യോഗാ ദിനാചരണം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ മാത്യു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ കായിക അധ്യാപകൻ ഡോക്ടർ ബോബു ആന്റണി യോഗാദിന ആശംസകൾ നേർന്നു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NCC 18 ബറ്റാലിയന്റെ നേതൃത്വത്തിൽ നടന്ന യോഗാ പ്രോഗ്രാമിൽ കാളിയാർ സ്കൂളിലെ 50ഓളം സീനിയർ NCC കേഡറ്റുകൾ പങ്കെടുക്കുകയും യോഗ പരിശീലനം നടത്തുകയും ചെയ്തു. തുടർന്ന് കാളിയാർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന യോഗാ ദിനാചരണം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ മാത്യു ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലായിടത്തും തന്നെ നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിൻ്റെ, യോഗയിലൂടെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനൊരു ബോധ്യം എല്ലാവരുടെയും എത്തിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രാവിലെ NCC കുട്ടികളെ ന്യൂമാൻ കോളേജിൽ പോയി 50ഓളം കുട്ടികൾ അവിടെ ആ യോഗ പരിപാടി പ്രോഗ്രാമിൽ അവിടെ പങ്കെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ PTA പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷനായി.
സ്കൂളിലെ കായിക അധ്യാപകൻ ഡോക്ടർ ബോബു ആന്റണി യോഗദിന ആശംസകൾ നേർന്ന് 10ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നത് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് JRC സ്പോർട്സ് ക്ലബ് കുട്ടികൾ സംയുക്തമായിട്ടാണ് യോഗ പരിശീലനം നടത്തിയത്. സ്കൗട്ട് കുട്ടികളുടെ പ്രതിനിധി ആദിത്യൻ ബിജു യോഗ സന്ദേശം നൽകി. സ്കൗട്ട് മാസ്റ്റർ സ്മിത മാത്യു, ഗൈഡ് ക്യാപ്റ്റൻ സിസ്റ്റർ ജിഷ ജേക്കബ്, സീനിയർ ബിന്ദു ജോർജ്, മറ്റ് അധ്യാപകരായ ജോബി ജോർജ്, ലിൻസി ജോർജ്, അമല സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലിൻ്റെ തൊഴിൽ ബാലൻസ് ചെയ്യും. മുകളിലേക്ക് പ്രസ് ചെയ്തെടുക്കാൻ മുകളിലേക്ക് ബെൻഡ് ചെയ്യുക. വലതേക്ക് ഇടത് കാലം ചെറുതാം. എന്നിട്ട് മുകളിലേക്ക് നോക്കുക. ഓക്കെ, മുന്നിരിക്കുന്ന കയ്യിലേക്ക് നോക്കുക. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആലുവ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ അവാർഡ് 2024 സംഘടിപ്പിച്ചു. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ ഉദ്ഘാടനം ചെയ്തു. KJU ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആലുവ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് 2024 ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ കൊച്ചുകുട്ടികൾ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി വരുമ്പോൾ അവരെ അഭിനന്ദിച്ചില്ലെങ്കിലേ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാകുകയുള്ളൂ. ഇന്നിപ്പോൾ അവർ അവരുടെ ആ പ്രതിബദ്ധതയെ നന്നായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ അവാർഡ് നൽകുന്നത്. അതിന് ഞാൻ ഇതിൻ്റെ സംഘടനാ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ നാടിൻ്റെ വാഗ്ദാനങ്ങളാണ്. നാളെ നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ ഉന്നത ശ്രേണിയിൽ എത്തിച്ചേർന്നാലേ നാടിന് മോചനമുണ്ടാകും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച KJU അംഗങ്ങളുടെ മക്കളെയും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിനെയും +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഹയർ സെക്കൻഡറി സ്കൂളിനെയും MO ജോൺ ആദരിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KM ബിന്ദു, ഹെഡ്മിസ്ട്രസ് VV അനിത, KJU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA ഷാജി, സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ B കിഴക്കേത്തറ, ശ്രീമൂലം മോഹൻദാസ്, സുനീഷ് മണ്ണത്തൂർ, ശശി പെരുമ്പടപ്പിൽ, V ദിലീപ് കുമാർ, സുരേഷ് മരട്, MG സുബീൻ, SA രാജൻ, MB നിത്യൻ, CS ഷിജു, സന്തോഷ് കുമാർ, PS അനിരുദ്ധൻ, ജിഷ ബാബു, അജ്മൽ കമ്പായി, വിപിൻ ദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണേസ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് തകടിയേൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ അരുണേസ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 87 കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നത്. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് തകടിയേൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ആ ലക്ഷ്യം പൂർണ്ണമായ സംതൃപ്തിയോടെ സാക്ഷാത്കൃതമായതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുക. 100% വിജയമായിട്ട് നമ്മുടെ ഹൈസ്കൂളും 98% വിജയമായിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ സ്കൂളുകളുടെ മുൻപന്തി നിൽക്കുന്നു. അതോടൊപ്പം 87 കുട്ടികൾ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2ലുമായിട്ട് ഫുൾ A+ കരസ്ഥമാക്കി സ്റ്റാറുകളായിട്ട് നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഈ ഒരു വലിയ വിജയം നേടിയ എല്ലാ കുട്ടികളെയും, പ്രത്യേകിച്ച് ഫുൾ A+ കിട്ടിയ കുട്ടികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.
മത്സര പരീക്ഷകളിൽ വിജയിച്ചതുകൊണ്ട് അമിത ആത്മവിശ്വാസമുള്ളവരാകരുതെന്നും കരിയർ എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കാൻ മാത്രമുള്ള വഴിയല്ല, മറിച്ച് നമ്മുടെ ജീവിതം ആസ്വദിക്കാനും കൂടിയുള്ളതായിരിക്കണമെന്നും ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. വിജയിച്ചതുകൊണ്ട് അമിത ആത്മവിശ്വാസത്തിലേക്ക് ഒരിക്കലും നമ്മൾ പോകാനായിട്ട് പാടില്ല. 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടി, അതുകൊണ്ട് എനിക്കെല്ലാം തികഞ്ഞു, അതുകൊണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് ജീവിത വിജയം എനിക്കുണ്ടായി, ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ +2 നമുക്കൊരു പക്ഷേ വിജയം നേടാനായിട്ട് പറ്റില്ല. +2 വിജയം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എനിക്കെല്ലാമായി, അല്ലെങ്കിൽ ഫുൾ മാർക്കുണ്ട്, 1200 ഉണ്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ നാടിനോടോ വീടിനോടോ ഒന്നും തെളിയിക്കാനില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ വിജയം നേടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള അമിത ആത്മവിശ്വാസം ആരുടെയും മനസ്സിലേക്ക് എത്താനായി പാടില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ആ തുടക്കത്തിൽ നിങ്ങൾക്ക് വിജയം കിട്ടി. അപ്പോൾ നമുക്കറിയാം, ഈ 100 മീറ്റർ സ്പ്രിൻ്റ് ഒക്കെ ഓടുന്ന സമയത്ത് ഒരു ബെസ്റ്റ് സ്റ്റാർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഒരു പുഷ് കിട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പുഷാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്സിലറേഷനിൽ തന്നെ മുന്നോട്ടേക്ക് ഇനി പോകണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി, പ്രിൻസിപ്പൽ ജിജി ജോർജ്, ഹെഡ് മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വനിതകൾക്ക് മാത്രമായി തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് പ്രവർത്തിക്കുന്ന സ്വസ്തി യോഗ സെന്റർ വിപുലമായ പരിപാടികളോടെ അന്തർദേശീയ യോഗാ ദിനം ആചരിച്ചു. കാഞ്ഞിരമറ്റം KVMS ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗാ ദിനാചരണം മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി സ്തുതി ഉദ്ഘാടനം ചെയ്തു. സ്വസ്തി യോഗ സെന്റർ പ്രസിഡന്റ് മായ KS അധ്യക്ഷത വഹിച്ചു. മർമ്മയോഗി ആയുർവേദ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ മനോജ് ചന്ദ്രശേഖർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. യോഗ ട്രെയിനർ സ്മിത ബിജു യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് മെമ്പർമാർ യോഗ ഡാൻസും അവതരിപ്പിച്ചു. ഈ ഒരു യോഗ ദിനാചരണം എന്ന് പറയുന്നത് വലിയൊരു പരിപാടി തന്നെയാണ് എന്നുള്ളതും എല്ലാ ആൾക്കാർക്കും അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട് എന്നുള്ളതുമെല്ലാം പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ വരാതിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു തീരാ നഷ്ടം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവർത്തനങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിട്ട് തുടരാൻ ഞാനും ഉണ്ടാകും എന്നുള്ളൊരു വാക്കുകൂടെ ഞാൻ നൽകിക്കൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്വാസം ഉള്ളിലേക്ക് കിടക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അനുഭവിച്ചിരിക്കുക. ഓരോ ശ്വാസത്തിലും കാലിൻ്റെ വിരൽ മുതൽ തല വരെയുള്ള എല്ലാ ഭാഗത്തെയും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതായി അനുഭവിച്ചിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെയ്യാം. ഇടുക്കി ജില്ലാ റോൾ ബോൾ അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും
ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ച ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ റാലി കരിങ്കുന്നം സബ് ഇൻസ്പെക്ടർ ജോബി KJ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷൻ ചെയർമാൻ TR സോമൻ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രിൻസ് K മേറ്റം ഒളിമ്പിക് ദിന സന്ദേശം നൽകി. ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ച ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ റാലി കരിങ്കുന്നം സബ് ഇൻസ്പെക്ടർ ജോബി KJ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷൻ ചെയർമാൻ TR സോമൻ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രിൻസ് K മറ്റം ഒളിമ്പിക് ദിന സന്ദേശം നൽകി. കേരള റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PK രാജേന്ദ്രൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷിജി ജോസഫ്, സ്കൂൾ മാനേജർ ഹെഡ്മാസ്റ്റർ ബിനുമോൻ ജോസഫ്, സ്പോർട്സ് അധ്യാപിക ബിന്ദുമോൾ മാത്യു, ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷൻ കമ്മിറ്റി അംഗം സതീഷ് കേശവൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. റോൾബോൾ സ്കേറ്റിംഗ് താരങ്ങൾ, SPC അംഗങ്ങൾ, വിവിധ കായിക മത്സരങ്ങളിലെ വിജയികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. ഒളിമ്പിക് ഡേയുടെ മുന്നോടിയായി ലോകമെമ്പാടും കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വിവിധ കായിക സംഘടന നേതൃത്വത്തിൽ അതിൻ്റെ പ്രചരണാർത്ഥം റാലികൾ, മത്സരങ്ങൾ, എല്ലാ വ്യത്യസ്ത തരങ്ങളിലുള്ള മത്സരങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു T ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. 100ഓളം കുട്ടികൾ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. അധ്യാപകർ, സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ, PTA അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടുക്കി നെഹ്റു യുവകേന്ദ്രം, ജില്ലാ യൂത്ത് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. യോഗാ ദിനമായിട്ട് ഇന്ന് നാടെങ്ങും നമ്മൾ ആചരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്കൂളുകൾ, ആശുപത്രികളും ഇതിനൊരു മാതൃകയായി കൊണ്ട് ഒരു യോഗ നടത്തുകയാണ്. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും എല്ലാ തലത്തിലും ഇങ്ങനെ യോഗ ദിനം നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരും തലമുറകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യോഗയ്ക്ക് ഏറെക്കുറെ സഹായമാകും. ഇതൊരു പാഠ്യ വിഷയമായി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു ക്ലാസ്സും പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു ക്ലാസ്സായി മാറ്റിക്കൊണ്ടുപോകാൻ എല്ലാ സ്കൂളിൽ നിന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു T ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KK തങ്കച്ചൻ, ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി N രവീന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ ജിതിൻ ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ R ശ്രീലക്ഷ്മി യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. 100ഓളം കുട്ടികൾ യോഗ അഭ്യസിച്ചു. കണ്ണുകൾ അടച്ചു കിടക്കാം. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. പഞ്ചായത്ത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ബില്ലിനെതിരെ ലോക്സഭ ഇടുക്കി നിയോജക മണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥിയായിരുന്ന ജോമോൻ ജോസഫ് രംഗത്ത്. വാർഡുകളുടെ എണ്ണം കുറിച്ച് കാര്യക്ഷമമായ പ്രവർത്തനം ജനപ്രതിനിധികൾ നടത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ വിദേശ വിമാന കമ്പനികൾ ഈടാക്കുന്ന അമിതമായ ഫ്ലൈറ്റ് ചാർജിനെതിരെയും പ്രതികരിച്ചു. പുഴയിൽ നിന്ന് മണൽ വാരാനുള്ള അനുമതി പൊതുജനങ്ങൾക്ക് നൽകി വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്.
നിയമസഭയിൽ പാസാക്കിയ പഞ്ചായത്ത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ബില്ലിനെ എതിർക്കുന്നുവെന്ന് ലോക്സഭ ഇടുക്കി നിയോജകമണ്ഡലം പ്രവാസി സ്ഥാനാർത്ഥിയായിരുന്ന ജോമോൻ ജോസഫ്. നിലവിൽ ആവശ്യത്തിന് വാർഡുകൾ ഉണ്ടെന്നും ഇവിടെ വേണ്ടത് കാര്യക്ഷമമായ പ്രവർത്തനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഡുകളുടെ എണ്ണം കുറച്ച് ജനപ്രതിനിധികൾ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പ്രവാസികൾക്കുണ്ടായ ഈ അടുത്ത കാലത്തുണ്ടായ ദാരുണമായ കുവൈറ്റിലെ ഇൻസിഡന്റിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ വേദനയിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹകരണങ്ങൾ പ്രവാസി എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണെന്നൊരു ഉറപ്പും നൽകുന്നു. പഞ്ചായത്ത് വാർഡ് വിഭജനത്തിൻ്റെ ഒരു ബിൽ നിയമസഭയിൽ തയ്യാറായി. ഓൾറെഡി തന്നെ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വളരെയധികം ആളുകളുണ്ട്. കാര്യക്ഷമതയേക്കാൾ ഉപരി വീണ്ടും നമ്പർ കൂട്ടുന്നു. ഒരു മനുഷ്യൻ പോലും അതിനെ എതിർത്ത് സംസാരിക്കാൻ ഉണ്ടായില്ല എന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം വാർഡ് കുറച്ചുകൊണ്ട് വന്ന് കാര്യക്ഷമത കൂട്ടുക, ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ജനപ്രതിനിധികൾ കൂട്ടിയാൽ അതനുസരിച്ച് ചെലവ് കൂടും. അസംതൃപ്തരായ ഒരു കൂട്ടം ഭരണകർത്താക്കളുടെ ഒരു കൂട്ടായ്മയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറും. ഓൾറെഡി തന്നെ സർക്കാരിന് അതിൻ്റെതായ പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം, ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ക്യാമറ സംവിധാനങ്ങളോ വീഡിയോ കോൺഫറൻസ് കാര്യങ്ങളോ മൊബൈൽ ഫോണൊന്നും ഇല്ല. ജനങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നേ ഉള്ളൂ. ഇന്നേ കാലയളവിൽ ഉണ്ടായ നവീകരണമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാറ്റം തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ആത്മാർത്ഥമായി ഉൾപ്പെടുത്തി എണ്ണം കുറച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. അതല്ലാതെ എണ്ണം കൂട്ടുവാൻ വീണ്ടും സർക്കാർ ഭരണ പ്രതിപക്ഷമന്യേ തയ്യാറെടുക്കുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ആ 10 വർഷമായിട്ട് പുഴയിൽ നിന്ന് മണൽ വാരുന്നത് തടഞ്ഞിരിക്കുകയാണ്. ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും അതിൻ്റെ ഉപകരണങ്ങളെല്ലാം വേറെ തൊഴിലിലേക്ക് പോയി ഉപകരണങ്ങൾ നശിച്ചു പോയി. ഇനിയെങ്കിലും സർക്കാർ അതിനകത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് നമ്മൾ പാഴാക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകളും പ്രകൃതിയുടെ മാറ്റങ്ങളും എല്ലാം നമുക്കത് കാരണമാകുന്നു. ഇതിൽ കേരള സർക്കാരിൻ്റെ ഉടൻ ഒരു നടപടിയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. കാരണം എന്നും പാറമല ലോബിയുടെ അടിമയായിട്ട് കഴിയേണ്ടവരല്ല ജനം അതിനകത്ത് ശക്തമായി പ്രതികരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവർക്ക് അഭിനന്ദനം അറിയിക്കുന്നതായും യാതൊരുവിധ അക്രമ സംഭവങ്ങളുമില്ലാതെ സമാധാനപരമായി ഇലക്ഷൻ നടത്താൻ സഹായിച്ച പൊതുജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. വിദേശ വിമാന കമ്പനികൾ ഈടാക്കുന്ന അമിതമായ ഫ്ലൈറ്റ് ചാർജിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചു. ഇതുമൂലം പ്രവാസികൾക്ക് മാത്രമല്ല ടൂറിസ്റ്റുകളായ വിദേശികൾക്കും ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ പൊതുജനങ്ങൾക്ക് പുഴയിൽ നിന്നും മണൽ വാരാനുള്ള അനുമതി നൽകി വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശാന്തൻപാറ പേത്തൊട്ടിയിൽ വയോധികന്റെ സ്ഥലം തട്ടിയെടുത്തതായി പരാതി. പേത്തൊട്ടി രംഗസ്വാമിയുടെ മകൻ 76 വയസ്സുള്ള നടുവീട് പാണ്ഡ്യനാണ് പരാതിക്കാരൻ. മകൾക്ക് സ്ഥലം എഴുതി നൽകിയതിന്റെ പേരിൽ മകൻ കൂടെ താമസിപ്പിക്കുന്നില്ലെന്നും അധികാരികൾ നീതി നടത്തി തരണമെന്നുമാണ് ആവശ്യമെന്നും പാണ്ഡ്യൻ രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശാന്തൻപാറ പേത്തൊട്ടിയിൽ വയോധികന്റെ സ്ഥലം തട്ടിയെടുത്തതായി പരാതി. പേത്തൊട്ടി രംഗസ്വാമിയുടെ മകൻ നടുവീട് പാണ്ഡ്യനാണ് പരാതിക്കാരൻ. ശാന്തൻപാറ പഞ്ചായത്തിലെ പേത്തൊട്ടിയിൽ പാണ്ഡ്യന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ 96 സെന്റ് ഭൂമിയിൽ 1 ഏക്കർ 30 സെന്റ് ഭൂമി മകൾ കമലയ്ക്ക് എഴുതി കൊടുക്കാൻ പോയപ്പോൾ സ്വമേധയാ എഴുതി കൊടുത്ത സ്ഥലം കൂടാതെ 1 ഏക്കർ 66 സെന്റ് വസ്തുവും കൂടി താൻ അറിയാതെ എഴുതി മാറിയെന്നും എഴുത്തും വായനയും അറിയാതെ തന്നെ കബളിപ്പിച്ചാണ് ആധാരം എഴുത്തുകാരനും ശാന്തൻപാറക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവും ചേർന്ന് മുഴുവൻ സ്ഥലവും മകളുടെയും മരുമകൻ ജയപ്രകാശിന്റെയും പേരിൽ എഴുതി വാങ്ങിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. இது கலெக்டர் ஆஃபீஸுக்கு மனு கொடுத்து அவர் கண்டுத்தரல, இப்போ 2வது கொடுத்து ஃபோன் கண்டுத்தரல. இது எல்லாம் செய்கிறது எனக்கு ஒன்றுமே வேணும். இந்த நிலையில் நான் உட்காந்துருக்க வெறும் ஆளாக இந்த தொழிலுறப்புன்னு சொல்லியிருக்குல்ல, அதில் போய் வேலை செஞ்சால் 1 மாதமாக 2 மாதமாக கழிச்சு காசு எடுக்கும். இந்த இதில் முதியோர் பேசு வந்து அவரை கொடுப்பாங்க. ஒரு 1000-1500 ரூபா கொடுத்துருந்தேன். அவங்களும் ஒரு 6 மாதமாக நிப்பாட்டிக்கிட்டாங்க, கொடுக்கல. காசு வரல. ஒவ்வொரு மாதம் கொடுக்குறாங்க. அதே இல்லை. நான் இந்த நிலையில் நான் வேறு ஆளாக உட்காந்துருக்கேன். ஒரு சாயா குடிக்கிறது கூட காசு கிடையாது. என்னுடைய நிலை இல்லை. 1 ஏக்கர் 30 சென்ட் அவளுக்கு, 1 ஏக்கர் 66 சென்ட் எனக்கு
இந்த 1 ஏக்கர் 70 சென்ட் மொத்தத்தில் வாங்கிட்டாப்புல வாங்கிட்டு இந்த வேலையெல்லாம் பார்த்துட்டாங்க. எனக்கு அந்த 1 ஏக்கர் 36 சென்ட்டுக்கு ஏக்கர் 3.5 லட்சம் ரூபா. 1.5 லட்ச ரூபாய்க்கு கணக்கு போட்டுக்கோங்க. 1 ஏக்கர் 30 சென்ட்டுக்கு எவ்வளோ வருது? மொத்தத்தில் அதுக்கு 4 லட்சம் ரூபா வருது. எழுதுறதுக்கு போக்குவரத்து பண்ணதுக்கு 10 பைசா எவனிருந்து கையிலேருந்து கொடுத்தது கிடையாது. 10 பைசா அவர்கிட்ட என்கிட்ட கொடுத்துதான் இதை செலவழிச்சிருக்க பார்த்துக்க அப்படி கொடுத்ததே கிடையாது. இது வரைக்கும் எனக்கு எந்தவே அவங்களால எனக்கு കഷ്ടം എന്നാൽ ഉദവിയേ കിടയാതെ. കൃഷിക്കാർക്കുള്ള ധനസഹായം 2000 രൂപ ലഭിക്കുന്നതിനുള്ള കിസാൻ പദ്ധതിയിൽ അപേക്ഷ നൽകാൻ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ വസ്തു ഇല്ല എന്ന് അറിഞ്ഞതെന്നും ഇത് മകളോട് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്നുമാണ് പാണ്ഡ്യൻ പറയുന്നത്. സ്ഥലം പേരിലില്ലെന്ന വിവരം അറിയുന്നതുവരെ മകളുടെ കൂടെയാണ് താമസിച്ചിരുന്നതെന്നും ആ സമയത്ത് ചെലവിനായി 500 രൂപ വീതം നൽകുമായിരുന്നുവെന്നാണ് പറഞ്ഞത്. സ്ഥലം തട്ടിയെടുത്തത് സംബന്ധിച്ച് താൻ മുഖ്യമന്ത്രി, കളക്ടർ, RDO, സംസ്ഥാന രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ, ശാന്തമ്പാറ പോലീസ് എന്നിവിടങ്ങളിൽ നിരന്തരം പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരമായിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് RDOയ്ക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം നടന്നുവെങ്കിലും മകളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം നീതി ലഭിച്ചിട്ടില്ലെന്നാണ് പാണ്ഡ്യൻ പറയുന്നത്. കൂടാതെ 3 രൂപ പലിശയ്ക്ക് 53,000 രൂപ വാങ്ങി നൽകിയിട്ട് ഇതുവരെ ഇവർ പലിശയോ മുതലോ നൽകാതെ ഭീഷണിപ്പെടുത്തുകയാണെന്നുമാണ് വയോധികന്റെ പരാതി. മകൾക്ക് സ്ഥലം എഴുതി നൽകിയതിന്റെ പേരിൽ മകൻ കൂടെ താമസിപ്പിക്കുന്നില്ലെന്നും ഭാര്യ മരിച്ചുപോയ പാണ്ഡ്യൻ ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും പെൻഷൻ മാത്രമാണ് ഏക ആശ്രയമെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ നീതി നടത്തിത്തരണമെന്നാണ് ആവശ്യമെന്നും പാണ്ഡ്യൻ രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ശാന്തൻപാറ ഗവൺമെന്റ് പഞ്ചായത്ത് LP സ്കൂൾ പൂപ്പാറയിൽ നടന്ന പഠനോപകരണ വിതരണ ഉദ്ഘാടനം നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ് സംസ്ഥാന പ്രസിഡന്റ് അനാർക്കലി ഉണ്ണി നിർവഹിച്ചു. നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിരവധി നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തിരുന്നു. വിദ്യാഭ്യാസ സഹായങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഉടുമ്പൻചോല ഗവൺമെന്റ് തമിഴ് മീഡിയം UP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടാം ഘട്ടമെന്ന നിലയിൽ ശാന്തൻപാറ പഞ്ചായത്ത് LP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് സംസ്ഥാന പ്രസിഡന്റ് അനാർക്കലി ഉണ്ണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അടുത്ത വർഷത്തിന് ഇവർക്ക് വേണ്ട എല്ലാ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ പറ്റുന്ന രീതിയിൽ ഒരു സഹകരണം ഉണ്ടാകും. പിന്നെ ഒത്തിരി ദീർഘത്തിലുള്ള ഒരു പ്രസംഗത്തിന് നമ്മൾ ഈ അവസരത്തിൽ ഞാൻ വിനിയോഗിച്ചിട്ടില്ല. NFR എന്ന് പറയുന്ന സംഘടന 2005 മുതൽ പ്രവർത്തിച്ചു വരുന്നു. ഞാനിതിൽ 2015 തൊട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ ഒപ്പമുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റും ബാക്കിയുള്ള അംഗങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ജില്ലാ പ്രസിഡന്റ് ജോഷി കന്യാകുഴി, ജില്ലാ ജനറൽ സെക്രട്ടറി KM ജോണി, വർക്കിംഗ് പ്രസിഡന്റ് ജോയി ജോസഫ്, SN പിള്ള, സാജു നാരായണപിള്ള, ശിവൻ, KT സുരേഷ്, അർജുൻ ഷിജു, വേലുസ്വാമി, A സുൽത്താൻ, ഇബ്രാഹിം, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. തമിഴ്നാടൻ വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചു. വിജയുടെ 50ാം പിറന്നാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സൗജന്യ ബസ് യാത്ര നടത്തിയത്. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ 50ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഫാൻസ് അസോസിയേഷനായ പ്രിയമുടൻ നമ്പൻസ് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 30 ദിവസത്തിൽ 50 ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കിയത്. വളകോട് നിന്നും കട്ടപ്പന റൂട്ടിലും ഉപ്പുതറ, ആനവിലാസം, കുമിളി റൂട്ടിലുമാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ലഭ്യമായത്. കുട്ടിമാളു ബസ്സുമായി സഹകരിച്ചാണ് ഫാൻസ് അസോസിയേഷൻ സൗജന്യ യാത്ര ഒരുക്കിയത്. വരും ദിവസങ്ങളിലും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് പ്രിയമുടൻ നമ്പൻസ് ലക്ഷ്യം വെക്കുന്നത്. ഫാൻസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജെറിൻ P. തോമസ്, സെക്രട്ടറി സോബിൻ മാത്യു, വിഷ്ണു ബിജു എന്നിവർ നേതൃത്വം നൽകി. പ്രിയമുടൻ നമ്പൻസിന്റെ 30 ദിവസം 50 വെൽഫെയർ എന്നുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ന് 21-ാം തീയതി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര നൽകി. അതായത് വളകോട് ടു കട്ടപ്പന റൂട്ടും കുമിളി, ഉപ്പാറ, കുമിളി, ആനവിലാസം റൂട്ടും പോകുന്ന കുട്ടിമാളിൽ എന്ന ബസ്സിലാണ് സൗജന്യ ബസ് യാത്ര പ്രിയമുടൻ നന്മൻസിന്റെ പേരിൽ നടത്തി വരുന്നത്. ഇത്
വിജയുടെ 50ാം പിറന്നാളിനോട് അനുബന്ധിച്ചാണ് നടക്കുന്നത്. അതിന് ഞങ്ങളോട് സഹകരിച്ച കുട്ടിമാള് ബസ്സിൻ്റെ എല്ലാ ആൾക്കാർക്കും, മുതലാളിമാർക്കും, സ്റ്റാഫുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുന്നു. സൗജന്യ യാത്രയ്ക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ അവാർഡ് 2024 സംഘടിപ്പിച്ചു. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണേഷ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാ റോൾബോൾ അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ച ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ റാലി കരിങ്കുന്നം സബ് ഇൻസ്പെക്ടർ ജോബി KJ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.